ഉണ്ടായിരുന്ന നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ജസ്റ്റ് വെറും ഒരു ഗോളമായിരുന്നു. അതും ഇപ്പോഴുള്ള ഭൂമിയും അപ്പോഴുള്ള ഭൂമിയും ഒരിക്കലും മുഴുവനായും ഒരു ഗോളാകൃതി അല്ലെങ്കിലും ഏകദേശം ഗോളാകൃതിയിലുള്ള ഒരു വസ്തുവായിരുന്നു. ഓക്സിജനോ ഒന്നുമില്ലാത്ത സമയത്തും ആ ഭൂമിയിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടിരുന്നു. ആ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള ആ സമയത്ത് ഒരു ഉൽക്ക വന്ന് പതിച്ചിട്ടുണ്ട്. ആ ഉൽക്ക നമ്മുടെ ഭൂമിയുടെ ഏകദേശം പകുതി വലുപ്പമുള്ള ഒരു ഉൽക്കയായിരുന്നു. ആ ഉൽക്കയിൽ തന്നെ മറ്റു 4-5 തരം പാരസൈറ്റുകളെയും കണ്ടിരുന്നു. ആ ഉൽക്ക നമ്മുടെ പണ്ടുകാലത്തെ ആ ഭൂമിയിൽ വന്ന് പതിച്ചതോടെ ആ ഭൂമിയിലുണ്ടായിരുന്ന വെള്ളക്കെട്ടിലാണ് പതിച്ചത്. ആ വെള്ളക്കെട്ടിൽ പതിച്ചതോടെ അവിടെ ബാക്ടീരിയാസ് ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ ബാക്ടീരിയാസ് ഫോം ചെയ്ത് അവിടെ ഇതുവരെ ജീവനില്ലാത്ത ആ ഭൂമിയിൽ പുതിയൊരു ജീവൻ സൃഷ്ടിക്കപ്പെട്ടു. ആ സൃഷ്ടിക്കപ്പെട്ട ആ ജീവനിൽ നമ്മുടെ ഭൂമിയിൽ വരുന്ന മാറ്റങ്ങളോട് പരിണാമം നടന്ന് ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയത് കോടിക്കണക്കിന് വർഷം കൊണ്ടാണ്. ആദ്യമായി ഉണ്ടായ ജീവിയിൽ നിന്ന് ഇതുവരെ നമ്മൾ മ്യൂട്ടേഷൻ സംഭവിച്ചു വരാനുള്ള കാരണം നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്ന വ്യതിയാനം കാരണമാണ്. ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന വ്യതിയാനം എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യം ഭൂമിയിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ശരീര രീതിയും ജീവിതശൈലിയും അപ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതിനുശേഷം ഭൂമിയിൽ സോഴ്സുകൾ കൂടി അങ്ങനെ ആ ജലത്തിൻ്റെ ലഭ്യതയും കുറയുന്നതിനനുസരിച്ച് അവർക്ക് ആ പണ്ട് കാലത്തുള്ള ജീവനുകൾക്ക് ജീവിക്കാൻ വേണ്ടി മറ്റൊരു സോഴ്സ് കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങനെ അവരുടെ ശരീരത്തിൽ പതുക്കെ മ്യൂട്ടേഷൻ സംഭവിച്ച് അവർക്ക് വെള്ളത്തിൻ്റെ പുറത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് അവർ മാറുകയാണ് ഉണ്ടായത്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താണ് കോടിക്കണക്കിന് വർഷം കൊണ്ട് ഇപ്പോഴും നാം മനുഷ്യരിലേക്ക് എത്തിയത്. നമ്മൾ പറയുന്നുണ്ട് കുരങ്ങുകളിൽ നിന്നാണ് ഈ മനുഷ്യരുണ്ടായതെന്ന്. പക്ഷെ അത് മുഴുവനായും സത്യമല്ലെങ്കിലും അത് നമ്മളെല്ലാം ഒരു ജനറേഷനിൽപ്പെട്ട ഒരു ജീവജാലങ്ങളാണ്. ഉദാഹരണത്തിന് ചിമ്പാൻസിയുടെയും മനുഷ്യൻ്റെയും DNA തമ്മിൽ 99% സാമ്യതയുണ്ടെന്നാണ് ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ DNA-യും ചിമ്പാൻസിയുടെ DNA-യും തമ്മിൽ 99% സാമ്യമുണ്ടെന്നാണ് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം നാം ഇപ്പോൾ നിൽക്കുന്ന സമയത്തും ഒരുപാട് പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ജീവികൾ ഇപ്പോൾ വംശനാശം സംഭവിച്ച് എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ വരുന്ന വ്യത്യാസം. ഭൂമിയിൽ കാലാവസ്ഥ, ഈ വ്യതിയാനത്തിന് കാരണമാകുന്നത് നമ്മുടെ കാലാവസ്ഥ, ചൂട് പോലുള്ള കാര്യങ്ങളും ഒപ്പം ഭൂമിയിൽ വരുന്ന ഒരുപാട് തരത്തിലുള്ള വ്യത്യാസങ്ങളുമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഭൂമിയിൽ എന്തെങ്കിലും സോഴ്സിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കുറവ് വന്നതിന് ശേഷം എങ്ങനെയാണോ അതായിട്ട് നമ്മൾ ഒത്ത് ഇണങ്ങിപ്പോകും. ആ രീതിയിലാണ് നമ്മൾ മനുഷ്യരിൽ അധികവും മ്യൂട്ടേഷൻ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. നമ്മുടെ മനുഷ്യൻ്റെ ശരീരവും ശരീരപ്രകൃതവും ഇപ്പോഴുള്ളതും ഇനി എന്ത് മാറ്റം വന്നാലും അതിനെ പ്രതിരോധിക്കാനും കഴിയുന്ന രീതിയിലാണ് നാം മനുഷ്യരുടെ ശരീരപ്രകൃതവും ശരീര രീതികളും ഉള്ളത്. അതിനാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് അത്രയും പെട്ടെന്ന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതല്ല. ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ദിവസങ്ങൾ കൊണ്ടോ ആഴ്ചകൾ കൊണ്ടോ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല, വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് കുരങ്ങിൽ നിന്ന് ചിമ്പാൻസിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. കുരങ്ങിന് വാലുണ്ട്, ചിമ്പാൻസിക്കില്ല. അതിനെന്താണ്? അവർ പതുക്കെ ആദ്യം പണ്ട് കാലത്ത് ഫുഡ് റിസോഴ്സ് വളരെ കുറവായിരുന്നു. മരങ്ങളിൽ നിന്നും ഒക്കെയുള്ള
പഴവർഗ്ഗങ്ങളാണ് അവർക്ക് കഴിക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് അവരുടെ ശരീരഘടന നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഭക്ഷണ ലഭ്യത ഒക്കെ വന്നതിന് ശേഷം പിന്നെ അവരുടെ ശരീരപ്രകൃതവും മ്യൂട്ടേഷൻ സംഭവിച്ച് മാറാൻ തുടങ്ങി. അവർക്ക് സാധാ മനുഷ്യന്മാരെ പോലെ തന്നെ നടക്കുവാനും കൈ ഉപയോഗിച്ച് കഴിക്കുവാനും പറ്റുന്ന രീതിയിൽ അവരുടെ ശരീരപ്രകൃതം മാറി. ഇതൊക്കെ ദിവസങ്ങൾ കൊണ്ടും ആഴ്ച കൊണ്ടും നടക്കുന്നതല്ല, വർഷങ്ങൾ കൊണ്ട് നടക്കുന്നതാണ്. പക്ഷേ ഇത് നാം മനുഷ്യരിൽ അത്രയും പെട്ടെന്ന് നടക്കില്ല. നമ്മൾ ഒപ്പം മറ്റു ജീവികളിൽ നിന്ന് നമ്മുടെ തലച്ചോറ് വളരെ വലുതാണ് എന്നാണ് ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് കുരങ്ങുകളുടെയും മനുഷ്യരുടെയും ബുദ്ധി 50% കൂടുതൽ സിമിലർ ആണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ നാം മനുഷ്യരുടെ അത്രയും ഡെവലപ്പായിട്ടില്ല എന്നതാണ് സത്യം. ഇനി നാം പറയാൻ പോകുന്നത് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന തിയറിയെക്കുറിച്ചാണ്. ഇത് ജസ്റ്റ് ഞാൻ നാളത്തെ റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നമ്മുടെ മെയിൻ ടോപ്പിക്ക് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ ആണ്. ഞാൻ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ കണ്ടിരുന്നോ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ്റെ? ഞാൻ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോ കണ്ടിരുന്നോ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ? ഓക്കെ, ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മൾ ഡെയിലി നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ആ ടൈപ്പ് ചെയ്യുമ്പോൾ, ഇത് ഉദാഹരണമായിട്ട് പറയുകയാണ്, ആ മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ ആ ലെറ്റേഴ്സ് മോഷനിലും ആ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ആ ടൈപ്പ് ചെയ്ത മെസ്സേജ് അവിടെ സ്റ്റക്ക് ആവുകയാണ്. എന്ന് വെച്ചാൽ അതവിടെ നിശ്ചലമാവുകയാണ്. പിന്നെ അതിനൊരു മൂവ്മെൻ്റ് ഇല്ല. ആ മെസ്സേജ് എങ്ങനെ നമ്മൾ അയക്കുന്ന ആളുടെ മൊബൈൽ ഫോണിലേക്ക് എത്തുന്നു എന്ന് വെച്ചാൽ അത് അവിടെ നിശ്ചലമായിരിക്കുകയാണ്, റെസ്റ്റിലാണ്. റെസ്റ്റിൽ നിന്ന് മോഷനിൽ വരാത്തൊരു സാധനത്തിന് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ആവുക എന്നത് പോസിബിൾ അല്ല. പക്ഷേ ഈ നമ്മുടെ മൊബൈൽ ഫോണിൽ മെസ്സേജ് അയക്കുന്ന ഈ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ആ ലെറ്റേഴ്സ് മറ്റുള്ള ആളുടെ ഫോണിലേക്ക്, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ആയുള്ളതും മറ്റൊരാളുടെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ആ ട്രാൻസ്ഫർ ആവുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള പാത്തിലൂടെയാണ് ട്രാൻസ്ഫർ ആവുന്നത്. എന്ന് വെച്ചാൽ ക്വാണ്ടം ടെലിപ്പോർട്ടേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങളോ അല്ലെങ്കിൽ നടന്നു പോകാനോ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ആ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് എത്തണം. ആ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് വരാതെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക എന്നത് പോസിബിൾ അല്ല. പക്ഷേ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ക്വാണ്ടം കണിക ഭൂമിയിലും ഒരു ക്വാണ്ടം കണിക സാറ്റലൈറ്റിലും ബന്ധിപ്പിച്ചാൽ, സാറ്റലൈറ്റ് വേണ്ട മൂണിലും ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് തന്നെ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് വരാതെ തന്നെ നമുക്ക് മൂണിലേക്ക് എത്താവുന്നതാണ്. എന്ന് വെച്ചാൽ ഇത് വെറും തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്, ഒരിക്കലും പ്രായോഗികമല്ല. ഇത് വെറും നമ്മുടെ തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്. ഉദാഹരണത്തിന് ഇത് ഓൾറെഡി സന്ദേശങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ക്വാണ്ടം കണികകളിലൂടെ മെസ്സേജുകൾ അയക്കുക എന്ന രീതി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് മനുഷ്യരിൽ അത് അത്രയും പോസിബിൾ അല്ല. എന്ന് വെച്ചാൽ മനുഷ്യർക്ക് അത്രയും വലിയൊരു വസ്തുവിനെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ആക്കുന്നത് ഒരിക്കലും ക്വാണ്ടം ടെലിപ്പോർട്ടേഷനിൽ ഇപ്പോൾ പോസിബിൾ അല്ലെങ്കിലും ഭാവിയിൽ വർഷങ്ങളോളം എടുത്ത് റിസർച്ചുകൾ നടത്തുന്നതിലൂടെ നമുക്കത് പോസിബിൾ ആവും. ഞാനിപ്പോൾ മലപ്പുറത്താണ് നിൽക്കുന്നത്. എനിക്കിപ്പോൾ കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൂടെ വണ്ടിയായിട്ടോ എന്തെങ്കിലും പോവാം, അല്ലെങ്കിൽ എനിക്ക് നടന്ന് പോവാം. പക്ഷേ അവിടെ നമ്മൾ റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് വരണം.
ആ റെസ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് നമുക്ക് അവിടെ എത്തുകയെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. അത് പോസിബിൾ ആക്കുന്നതാണ് ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഞാൻ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ എനിക്കിപ്പോൾ കോഴിക്കോട്ടിലേക്ക് ആ റെസ്റ്റിൽ നിന്ന് മോഷനിൽ വരാതെ അവിടെ എത്താൻ പറ്റും. എന്ന് വെച്ചാൽ 2 ഗാന്ധം എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിൽ ഏകദേശം ഒരു അട്രാക്റ്റിംഗ് പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു അട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതിൻ്റെ കണികകൾ ട്രാൻസ്ഫർ ആവുന്നുണ്ട് 2 മാഗ്നറ്റിലോട്ടും. ആ 2 മാഗ്നറ്റിലോട്ടും ആ ട്രാൻസ്ഫർ ആവുന്ന പൊസിഷൻ, ആ 2 ട്രാൻസ്ഫർ ആവുന്ന പൊസിഷനിൽ അവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ആവുന്നുണ്ട്. ആ പാത്തിലൂടെ ഒരു രീതിയിലും ഫോഴ്സ് കൊടുക്കാതെയാണ് അത് രണ്ടും തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു മെറ്റലിൽ ഗാന്ധം ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടി നിൽക്കും. ഒരു വീക്കൊക്കെ എടുത്തു കഴിഞ്ഞാലോ ജസ്റ്റ് കുറച്ച് മണിക്കൂർ കൊണ്ട് ആ ഗാന്ധത്തിൻ്റെ പവർ ആ മെറ്റലിന് കിട്ടും. നമ്മളിപ്പോൾ ആ ഗാന്ധം റിമൂവ് ചെയ്ത് മെറ്റൽ മറ്റേതെങ്കിലും ഒരു മെറ്റലായിട്ട് ടച്ച് ചെയ്യിച്ചാൽ ആ 2 മെറ്റലും തമ്മിൽ അവിടെ ആ മാഗ്നറ്റ് പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് കാരണം എന്താണ്? മാഗ്നറ്റിൽ നിന്ന് അതിൻ്റെ കണികകൾ ആ മെറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ മെറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ മറ്റൊരു സോഴ്സ് ഇല്ലാതെ അതിൻ്റെ ഇടയിലുള്ള പാത്ത് വേയിലൂടെയാണ്. ആ പാത്ത് വേ ആണെങ്കിലോ അവിടെ നമ്മൾ വേറൊരു ഫോഴ്സും കൊടുക്കുന്നുമില്ല. അത് ഡയറക്റ്റ് സെക്കൻഡുകൾ കൊണ്ടാണ് ട്രാൻസ്ഫർ ആവുന്നത്. അവിടെ മറ്റൊരു മോഷനോ മറ്റൊരാളുടെ ഹെൽപ്പോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് അത് രണ്ടും തമ്മിൽ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്ന ഒരു പാത്തും ഉണ്ടാവുന്നുണ്ട്. ആ പാത്തിലൂടെയാണ് ഈ മെസ്സേജുകൾ ട്രാൻസ്ഫർ ആവുന്നത്. അതിന് റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് വരാതെ റെസ്റ്റിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. ഈ ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ കുറച്ച് പണിയുള്ളതാണ്. ഒരു വീക്കെങ്കിലും എടുക്കും ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം സിമ്പിളാണ്. ഏകദേശം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ എന്താന്ന്? എന്താണ് ക്വാണ്ടം ടെലിപ്പോർട്ടേഷൻ? ജസ്റ്റ് ഒന്ന് ചെറുതാക്കി പറഞ്ഞാൽ മതി, ഷോർട്ടായിട്ട്. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അതിൽ കുറച്ചും കൂടി മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ട്. ഇപ്പം ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. പിന്നെന്ന് വെച്ചാൽ നമുക്കിനി അടുത്ത എപ്പോഴേലും ലൈവ് വെക്കുമ്പോൾ ഇനി കോഡ് ലാംഗ്വേജ് പഠിക്കാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് ഇല്ലേ, ആ നമ്പേഴ്സിൽ ഡീകോഡ് ചെയ്തിട്ട് അതൊരു നമ്മളെ ഭാഷയിലേക്ക് മാറ്റുന്ന രീതിയിൽ. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരായിട്ട്, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അയാളെ ലാംഗ്വേജ് അറിയില്ല, അയാൾക്ക് നമ്മളെ ലാംഗ്വേജ് അറിയില്ലെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സ് വഴി തമ്മിൽ ടെലിപ്പതി നടത്താൻ പറ്റും. മാത്തമാറ്റിക്സിലൂടെ 1 എന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ ഏതെങ്കിലും ഒരു ലെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് തന്നെ എടുക്കുകയാണെങ്കിൽ 1 മീൻസ് എ, 2 മീൻസ് ബി. ആ രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ആ മാത്തമാറ്റിക്കൽ കോൺവെർസേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്നിപ്പോൾ ഏകദേശം ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഞാൻ റെക്കോർഡഡ് വീഡിയോസായിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് കണ്ടാൽ മതി. കുറച്ച് വീഡിയോസ് ഇനി നാളെ വരും. ഇതുവരെ നോട്ട് എഴുതിയതൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്ക് വിട്ടു തരിക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ പോയിന്റ് കയറിയിട്ടുണ്ടാവും. എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും. എന്തേലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ.